ശിരൂരിൽ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മണ്ണിനടിയിൽ പോകുന്നു. ആ വാർത്ത കൊടുത്ത് നമ്മുടെ കാസർഗോഡ് ബ്യൂറോയിൽ നിന്നൊരു സംഘം ആളുകൾ ശിരൂരിലേക്ക് എത്തുകയും അവിടെ നിന്ന് ആ വിഷ്വൽ ഇമ്പാക്ട്, ഒരു മണ്ണിടിഞ്ഞിങ്ങനെ കിടക്കുകയാണ്, ലോറി കാണുന്നില്ല, വലിയൊരു ലോറി കാണാതായി, ഈ മണ്ണിൽ അവരുണ്ട്, മണ്ണിനടിയിൽ അവനുണ്ട് എന്ന് അവിടുത്തെ റിപ്പോർട്ടർ പറയാണ്. ഈ മണ്ണിനടിയിൽ ആ ലോറി ഉണ്ട്, ആ ലോറിക്കുള്ളിൽ ചിലപ്പോൾ ജീവനോടെ അർജുനുണ്ടായിരിക്കാം. നേരെ മറിച്ച് നമ്മളിവിടുന്ന് വേറെ റിപ്പോർട്ട്, ശിരൂരിലൊരു മണ്ണടിച്ചിട്ടുണ്ടായിട്ടുണ്ട്, അതിൽ ലോറി കുടുങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ അതിനകത്ത് ഒരാളുണ്ടായിരിക്കാം എന്നാണ് പറയുന്നതെങ്കിൽ വിഷ്വൽ ഇമ്പാക്റ്റ് ഇല്ല എന്ന് വിചാരിക്കാം. വിഷ്വൽ ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ ആരാണ് അർജുന് വേണ്ടി തെരച്ചിൽ നടത്താൻ പോകുന്നത്? നമ്മളെ മലയാളികൾ എത്ര ഓരോ വീടുകളിലും ഓരോ അമ്മമാര്, എൻ്റെയൊക്കെ ഫോണിലേക്ക് അന്ന് എൻ്റെ ഫോണൊക്കെ ഈ വെബ്സൈറ്റിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കമ്പനി, അതിലേക്ക് ഓരോ അമ്മമാരും വിളിച്ചിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്ന, അവനവൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുപോലെ ഒരു അമ്മയും അല്ലെങ്കിൽ ഓരോ വീട്ടുകാരും അർജുനെ അന്വേഷിച്ചത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അരുൺ അവിടെ പോയി അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറോട് തർക്കിച്ച് അവിടേക്ക് ഞങ്ങളെയും കൂടി കടത്തിവിടണം, ഞങ്ങളുടെ ഒരു ജീവൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ സിറ്റി പോലീസ് കമ്മീഷണറുടെ ചോദ്യമുണ്ട്, ഏതാണ് VVIP? ഒരു ലോറി ഡ്രൈവർ അല്ലേ, ഒരു VVIP ഒന്നും അല്ലല്ലോ. ഇത്രയും മാധ്യമങ്ങൾ, അതൊരു മാധ്യമങ്ങൾ, ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളെ കല്ലെറിയുന്നവർ ആലോചിക്കണ്ടേ, അതൊരു മാധ്യമത്തിൻ്റെ ഇമ്പാക്റ്റ് അല്ലേ?